ലോകമെമ്പാടും ഈ സമയത്ത് ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ബഹുമാന്യ കേൾവിക്കാരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് നേരിട്ട് കേൾക്കുവാൻ കഴിയുന്നവരുണ്ട്. ലോകരാജ്യങ്ങളിൽ യൂട്യൂബിലൂടെയും മറ്റ് മീഡിയകളിലൂടെയൊക്കെ ലൈവായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ട്. എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രവൃത്തികളുടെ പുസ്തകത്തിലെ ഒരു വാക്യം ഇതിനു മുമ്പ് അതിൻ്റെ ചില ഭാഗങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് അത് സംസാരിക്കുവാൻ അല്പമല്ലാത്ത നിയോഗമുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ആ വാക്യം നിങ്ങളുടെ ഉള്ളത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പസ്തോല പ്രവൃത്തികളുടെ പുസ്തകം, അപ്പസ്തോലന്മാരുടെ നടപടികളുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ ദയവായി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പസ്തോലന്മാരുടെ നടപടികളുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ. അതിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 8-ാമത്തെ വാക്യമാണ്. 8-ാമത്തെ വാക്യം ഒന്ന് ദയവായി ശ്രദ്ധിക്കുക. 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ജെറുസലേമിലും യൂദയായിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകൾക്ക് ഒരു അമിത പ്രാധാന്യം കൊടുത്ത് ഞാൻ പഠിപ്പിക്കാറുമുണ്ട്. കാരണം വേറൊന്നുമല്ല, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞതോടുകൂടെ സ്വർഗത്തിലെ ഭൂമിയിലെ സകല അധികാരവും അവിടുത്തെ കാൽ കീഴായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ ശേഷം യേശു പറഞ്ഞിട്ടുള്ള പദങ്ങൾക്ക് ഒരു അമിത പ്രാധാന്യം ബൈബിളിലുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വായിച്ച അപ്പസ്തോലന്മാരുടെ നടപടികളുടെ പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു ശിഷ്യന്മാരോട് പറയുന്ന ഒരു പ്രസ്താവനയാണ് നമ്മൾ വായിച്ചത്. അത് വേറൊന്നുമല്ല, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ജെറുസലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഈ വാക്യത്തിൻ്റെ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ 4-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാലേ അത് കിട്ടുകയുള്ളൂ. 4-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചു. പ്രവൃത്തികളുടെ അപ്പസ്തോലന്മാരുടെ നടപടികളുടെ പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. അങ്ങനെ യേശു അവരുമായിട്ട് കൂടിയിരിക്കുമ്പോൾ അവരോട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം യേശു 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. ചിലർക്ക് കടൽക്കരയിൽ, ചിലർക്ക് അടച്ചിട്ട മുറിക്കകത്ത്, എല്ലാം യേശു പ്രത്യക്ഷനായി താൻ ജീവിച്ചിരിക്കുന്നു എന്ന അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് തെളിയിച്ചു. ദൈവരാജ്യം സംബന്ധിച്ച് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു എന്ന് ഞാൻ ഇതിനോടകം നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ പ്രിയരെ, നന്നായി ഈ വാക്യം ശ്രദ്ധിക്കുക. 4-ാമത്തെ വാക്യത്തിൽ യേശു വ്യക്തമായിട്ട് പറയുന്നു. 4-ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചു. അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ നിങ്ങൾ യെരൂശലേമിൽ നിന്ന് ജെറുസലേമിൽ നിന്ന് നിങ്ങൾ വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദാനത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. വാങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ വിട്ടുപോവുക എന്നാണ് അർത്ഥം. വിട്ടുപോകാതെ അവർ യെരൂശലേമിലായിരുന്നു എല്ലാവരും. നിങ്ങൾക്കറിയാം, ജെറുസലേമിനോട് ചുറ്റിപ്പറ്റിയാണ് യേശുവിൻ്റെ പ്രവൃത്തികൾ എല്ലാ കാലഘട്ടങ്ങളിൽ നടന്നിരുന്നത്. യേശുവിനെ അടക്കിയത്, യേശു ജീവിച്ചത്, യേശു ജനിച്ചത്, യേശു വളർന്നത് എല്ലാം ഈ യെരൂശലേമിനോട് ചുറ്റിപ്പറ്റിയുള്ള സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ശിഷ്യവൃന്ദങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് യെരൂശലേമിലായിരുന്നുവെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ശിഷ്യവൃന്ദങ്ങൾ എല്ലാവരും യെരൂശലേമിൽ തന്നെ കൂടിയിരിക്കുമ്പോൾ 5000 പേരും 10000 പേരും ഒക്കെയുള്ള വലിയ മഹാസഭ ജെറുസലേമിൽ ശക്തമായി എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുനാഥൻ ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്, വാങ്ങിപ്പോകരുത്. എന്നോട് കേട്ട, എൻ്റെ അടുക്കൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തിനു വേണ്ടി നിങ്ങൾ ജെറുസലേമിൽ കാത്തിരിക്കണം. ഹല്ലേലൂയ. ആ കാത്തിരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കണ്ടിന്യൂവേഷനാണ്, അതിൻ്റെ തുടർമാനമായിട്ട് യേശു പറഞ്ഞ ഭാഗമാണ് 8-ാമത്തെ വാക്കിൽ നമ്മൾ കണ്ടത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ജെറുസലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ജെറുസലേം വിട്ട് പോകരുത്, ജെറുസലേമിൽ തന്നെ ഇരിക്കണം. ജെറുസലേമിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മേലൊരു ശക്തി വരും. അതാ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന പദം, നിങ്ങളുടെ മേൽ ശക്തി വരും. ചേർന്ന് പറഞ്ഞ പദം ശക്തി. ശക്തിയോടൊന്ന് പറഞ്ഞേ ശക്തി. കരമുയർത്തി ഒന്ന് പറഞ്ഞേ ശക്തി. 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്നുകൂടെ തൊട്ടു. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിട്ട് നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദാനം വേറൊന്നുമല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞ പിതാവിന്റെ വാഗ്ദത്തം വേറൊന്നുമല്ല, പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു മാറ്റമാണ്, യു ഷാൽ റിസീവ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ ഓരോരുത്തരും ശക്തി പ്രാപിക്കും.
ഒന്ന് പറഞ്ഞ ആ പദം, ശക്തി പ്രാപിക്കും. ശക്തി. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പകർച്ച ഇവിടെ ഉണ്ടാകും. വേണ്ടിയവർ അതുപോലെ ആഗ്രഹിച്ചോണം. കാരണം അടുത്ത നിമിഷങ്ങളിൽ ഈ ശക്തി കൂടാതെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. ഈ ശക്തി കൂടാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിതമായിരുന്നു ക്രിസ്തീയ ജീവിതമെങ്കിൽ യേശു ഒരിക്കലും ശിഷ്യന്മാരോട് യെരുശലേമിൽ ഈ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കാൻ പറയുകയില്ലായിരുന്നു. ഈ ശക്തി കൂടാതെ അവരെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് യേശു അവരോട് ഉറപ്പ് പറഞ്ഞത്, നിങ്ങൾ യെരുശലേമിൽ കാത്തിരിക്കണം, നിങ്ങളുടെ മേൽ ശക്തി വരണം. യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. ഉയർത്തെഴുന്നേറ്റ് യേശു വ്യക്തമായിട്ട് അവരെ പഠിപ്പിക്കുന്നു, നിങ്ങളുടെ മേൽ ശക്തി വരണം. ശക്തി വരാതെ ഒന്നും നടക്കത്തില്ല. ശക്തി വന്നാൽ എല്ലാം നടക്കും. ഹല്ലേലൂയ. ശക്തി വന്നാൽ ജെറുസലേമിൽ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ശക്തി വന്നാൽ യഹൂദയിൽ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ജെറുസലേമിൽ, യഹൂദയിൽ, ശമരിയയിൽ, പിന്നെ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. അപ്പം ഇങ്ങനെയും കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഒരുപക്ഷെ ആശയം കൂടുതൽ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് മനസ്സിലാകും. ശക്തി വരാണ്ട് ഈ 3 സ്ഥലത്തും നിങ്ങൾക്ക് സാക്ഷികളാകാൻ കഴിയുകയില്ല. ജെറുസലേമിൽ സാക്ഷിയാകണമെങ്കിൽ ശക്തി വേണം, യഹൂദയിൽ സാക്ഷിയാകണമെങ്കിൽ ശക്തി വേണം, ശമരിയയിൽ സാക്ഷിയാകണമെങ്കിൽ ശക്തി വേണം, ഭൂമിയുടെ അറ്റത്തോളം സാക്ഷിയാകണമെങ്കിൽ ശക്തി വേണം. അപ്പോൾ ഈ ശക്തി ഇല്ലാതെ സാക്ഷിയാകാൻ പറ്റുകയില്ല എന്നുള്ളതിന് തെളിവല്ല ഉണ്ട്. അതാ കഴിഞ്ഞ അധ്യായത്തിൽ, കഴിഞ്ഞ ആ സുവിശേഷത്തിൻ്റെ സുവിശേഷ പുസ്തകങ്ങളുടെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ചത് അതാണ്. ശക്തിയില്ലാണ്ട് സാക്ഷിയാകാൻ കഴിയാതെ ബാല്യക്കാരി സ്ത്രീയുടെ മുമ്പിൽ മുട്ടിടിച്ച് നിൽക്കുന്ന ശ്രേഷ്ഠ അപ്പോസ്തലൻ പത്രോസിനെ കണ്ടവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നീ ആ നസ്രത്തുകാരനായ യേശുവിൻ്റെ കൂടെയുള്ള ആള്, ഞാൻ അവനെ അറിയത്തുപോലും ഇല്ല. അല്ല, നിന്റെ സംസാരമൊക്കെ കേട്ടിട്ട് നീ അവൻ്റെ കൂടെ ഉള്ളതാന്ന് ഞാൻ അവനെ അറിയത്തുപോലുമില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി, ശക്തി ഇല്ലാണ്ട് ഈ പരിപാടി നടക്കുകയില്ല. ഹല്ലേലൂയ. ശക്തി ഇല്ലാതെ നടന്ന കാര്യം കണ്ടല്ലോ. ബാല്യക്കാരിയുടെ മുമ്പിൽ മുട്ടിടിച്ചു. വിറക് കൂട്ടി തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ അടുക്കൽ വന്ന് ഇവൻ്റെ സംസാരമൊക്കെ കേട്ടിട്ട് ഇവൻ നസ്രത്തുകാരനായ യേശുവിൻ്റെ കൂടെ, ഞാൻ അവനെ അറിയത്തു പോലും. കർത്താവിൻ്റെ കൂടെ കുറച്ച് ദിവസം നടന്നാൽ മതി, നിങ്ങളുടെ സംസാരത്തിൽ പോലും ആ ടോൺ കയറി വരും. സംസാരത്തിൽ പോലും ആ രീതി കയറി വരും. നിങ്ങൾ മറക്കാൻ പറ്റില്ല യേശുവിൻ്റെ കൃപ. ഹല്ലേലൂയ. നിങ്ങൾ ഒളിപ്പിക്കാൻ പറ്റത്തില്ല യേശുവിൻ്റെ കൃപ. നിങ്ങളത് വന്നിട്ടുണ്ടോ, മറ്റുള്ളവർക്ക് അത് പെട്ടെന്ന് അറിയാൻ കഴിയും. എല്ലാവരും തീ കാഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷേ ഇവൻ്റെ മുഖത്തൊക്കെ പറയാം, നിൻ്റെ സംസാര രീതിയൊക്കെ കേട്ടിട്ട് നീ ആ നസ്രത്തുകാരൻ്റെ കൂടെ ഉള്ളതെന്ന്. കാരണം ഈ 3.5 വർഷത്തിനിടയിൽ ഇവരറിയാതെ ഒരു വലിയ പകർച്ച യേശുവിൽ നിന്ന് ഇവരുടെ മേൽ വന്നു കഴിഞ്ഞു. ആ പകർച്ചയാണ് ഇവരുടെ സംസാരത്തിൽ പോലും വെളിപ്പെട്ടു വന്നത്. ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ചില തിരിച്ചറിവുകളെ എത്ര പേര് സ്വീകരിക്കുവാൻ താല്പര്യപ്പെടുന്നു? ഞാൻ മുമ്പോട്ട് പോകട്ടെ. ശക്തി ലഭിച്ചിട്ടല്ലാണ്ട് നിങ്ങൾക്ക് പറ്റത്തില്ല. ശക്തി ലഭിച്ചിട്ട് പറ്റിയില്ല എന്നുള്ളത് ഞാൻ കാണിച്ചു കഴിഞ്ഞു. എന്നാൽ ഇനി ശക്തി ലഭിച്ചിട്ട് പറ്റിയോ എന്നും കൂടെ പറയണ്ടേ? അതെന്ന് പറയുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് അതിൻ്റെ ആവേശം അകത്തേക്ക് തള്ളിക്കയറുകയുള്ളൂ. ശക്തി ലഭിച്ചിട്ട് പറ്റിയോ ഇല്ലയോ എന്ന് 1-ാം അധ്യായത്തിൽ ശക്തി ലഭിച്ചിട്ട് 1-ാം അധ്യായം മുതൽ 28-ാം അധ്യായം വരെ നിങ്ങളൊന്ന് വായിക്കണം. യേശുവിനെ ക്രൂശിച്ച നാട്ടിൽ, എത്ര പേര് കേട്ടു? യേശുവിനെ ക്രൂശിച്ച നാട്ടിൽ ഞങ്ങൾ അവനെ ആണിയടിച്ച് തൂക്കിയെന്ന് പറഞ്ഞവരുടെ മധ്യത്തിൽ തന്നെ തൻ്റെ ഇടത്തോടെ മുട്ടിടിച്ച് ഇന്നലെ സാക്ഷിയാകാതിരുന്ന അപ്പോസ്തലൻ ഇപ്പോൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ക്രൂശിച്ച നസ്രയനായ യേശുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചു. കണ്ടോ മാറ്റം വരുന്ന കണ്ടോ. ശക്തി വന്നപ്പോൾ ക്രൂശിച്ച നാട്ടിൽ സാക്ഷിയാകാൻ തുടങ്ങി. ശക്തി വന്നപ്പോൾ തല്ലിത്തീർത്ത നാട്ടിൽ സാക്ഷിയാകാൻ തുടങ്ങി. ശക്തി വരുന്നതിന് മുമ്പ് നിവർന്ന് നിൽക്കാൻ കഴിയാതെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കള്ളനെ പോലെ നടന്നവര് ശക്തി വന്നു കഴിഞ്ഞപ്പോൾ ഏത് നാട്ടിൽ തകർത്തോ അതേ നാട്ടിൽ നെഞ്ചും നെറ്റിയും വിരിച്ച് അഭിമാനത്തോടെ നടക്കാൻ തുടങ്ങി. ആരിന്ന് രാത്രി ഈ ശക്തിക്ക് വേണ്ടി, ആരിന്ന് പകൽ ഈ ശക്തിക്ക് വേണ്ടി ടിവിയിലൂടെ കണ്ടോണ്ടിരിക്കുന്ന എത്ര പേർ ഇന്ന് രാവിലെ ഈ ശക്തിക്ക് വേണ്ടി? ഇത് നിങ്ങളുടെ മേൽ വരും. ഇത് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ഒന്നാമത്തെ മാറ്റമാണ്, നിങ്ങൾ യെരുശലേമിൽ എൻ്റെ സാക്ഷിയാകും. എന്നെ ക്രൂശിച്ച സ്ഥലത്ത് നിങ്ങൾ എഴുന്നേൽക്കും. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ആരും നിൽക്കാനില്ലാതെ ഓടി മാറിയിടത്ത് നിങ്ങൾ തൻ്റെ ഇടത്തോടെ നിൽക്കും. ഹല്ലേലൂയ. എല്ലാവരും ഓടിപ്പോകുമ്പോഴും നിങ്ങൾ അഭിഷേകത്തോടെ നിൽക്കും. ഹല്ലേലൂയ. ശക്തി വരാണ്ട് കഴിയുകയില്ല. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ, പത്രോസ്ലീഹയുടെ പ്രസംഗമാണ് 2-ാമത്തെ അധ്യായത്തിന്റെ 36-ാമത്തെ വചനം. അപ്പോസ്തലന്മാരുടെ നടപടികൾ
പ്രവൃത്തികളുടെ പുസ്തകം എടുത്തു വെച്ചിരിക്കുന്നവർക്ക് ആ വാക്യങ്ങൾ നോക്കി അറിയാം. 2-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വചനമാണ്. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. ആരോടെ പറയുന്നതെന്നറിയോ? ക്രൂശിച്ചവരുടെ മുഖത്ത് നോക്കി. കഴിഞ്ഞ ചോദ്യം ഓർമ്മയുണ്ടോ? നീ അവൻ്റെ കൂടെ ഞാൻ അവനെ അറിയത്ത പോലുമില്ല. ഇപ്പോഴിതാ, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം, നസ്രയനായ യേശുവിനെ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. വായിച്ചോ ബാക്കി വന്ന ദൈവം. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹം നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്ത്. ഇത് ഒരു ഭയത്തിന്റെ പ്രസംഗമായിട്ട് തോന്നുന്നുണ്ടോ? ഇസ്രായേലിലെ മുഴുവൻ പുള്ളികളോടും വിളിച്ചിട്ട് പറയുക, നിങ്ങൾ ക്രൂശിച്ചവനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. നിങ്ങൾ ക്രൂശിച്ചവനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. ഞങ്ങൾക്കത് ഉറപ്പാണ്. ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന. ഇതാ ഞാൻ പറഞ്ഞേ, ശക്തി വരുമ്പോൾ നിങ്ങളുടെ മട്ടും മാറും. ശക്തി വരുമ്പോൾ നിങ്ങളുടെ മട്ട് മാറും. ശക്തി വരുമ്പോൾ നിങ്ങളുടെ രൂപം മാറും. ശക്തി വരുമ്പോൾ നിങ്ങളുടെ ആ സാവധാനത്വമൊക്കെ അങ്ങ് മാറും. ശക്തി വരുമ്പോൾ ഹല്ലേലൂയ നിങ്ങളുടെ ഉഴപ്പൊക്കെ അങ്ങ് മാറും. ശക്തി വരുന്നതോടുകൂടി നിങ്ങൾ സജ്ജരായി മാറും. എവിടെയും തൻ്റെ ഇടത്തോടെ നിൽക്കാൻ ഈ ശക്തി നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. ആണി അടിച്ചവരുടെ നടുവിൽ അഭിമാനത്തോടെ നിൽക്കും നിങ്ങൾ. തീർന്നു അവളെന്ന് പറഞ്ഞവരുടെ നടുവിലൂടെ ജയാളിയെ പോലെ നിങ്ങൾ നടന്നു കയറും. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേറ്റെടുത്തു. ഹല്ലേലൂയ. അവൻ അസ്തമിച്ചു എന്ന് പറയുന്നിടത്ത് തന്നെ ഇല്ല തുടങ്ങിയിട്ടില്ല എന്ന് പറയുമാറ് അവരുടെ നടുവിലൂടെ നിങ്ങൾ നടന്നു കയറും. കാരണം വേറൊന്നുമല്ല, ഈ ശക്തിയുടെ പ്രത്യേകതയാണത്. ഈ ശക്തി ആരിൽ വരുന്നു അവർക്കെല്ലാം ഒരു ഭയങ്കര ബോൾനെസ് ഉണ്ടാകും. അവർക്കെല്ലാം ഒരു ഭയങ്കര ബലമുണ്ടാകും. ഒരു ഭയങ്കര തൻ്റെ ഇടം, ആ പദം ഒന്ന് പറഞ്ഞ് സ്വീകരിച്ച്, ഒരു ഭയങ്കര തൻ്റെ ഇടം ഉണ്ടാകും. ആ തൻ്റെ ഇടം അവരെ ഉറച്ചു നിർത്തും. ഞാൻ ഈ ശക്തിയെക്കുറിച്ചൊന്ന് തൊടാനാണ് താല്പര്യപ്പെടുന്നത്. നിങ്ങൾക്ക് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് സ്വീകരിച്ചോണം. അത് അവൈലബിൾ ആണ്. ഹല്ലേലൂയ. ഈ ശക്തിയിലാണ് ദൈവം യേശുക്രിസ്തുവിലൂടെ അത്ഭുതങ്ങളെല്ലാം നടത്തിയത്. അതേ ശക്തിയാണ് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ടിരിക്കുന്നത്. യേശു നടത്തിയ എല്ലാ അത്ഭുതങ്ങളും എങ്ങനെ നടന്നതെന്നറിയാമോ? ഈ ശക്തിയെ പിതാവായ ദൈവം കൊടുത്ത് യേശുവിലൂടെ ചെയ്യിപ്പിച്ചതാണ്. പ്രവൃത്തികളുടെ പുസ്തകം തന്നെ, അപ്പോസ്തലന്മാരുടെ നടപടികളുടെ പുസ്തകം തന്നെ 10-ാമത്തെ അധ്യായത്തിലേക്ക് വന്നാട്ടെ. 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പല പ്രാവശ്യം വായിച്ചുള്ള വാക്യം 38-ാമത്തെ വാക്യം. നസ്രയനായ യേശുവിനെ നസ്രയനായ യേശുവിനെ എങ്ങനെ ഉപയോഗിച്ചേ? അതൊന്ന് കേട്ടെ. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും, അതൊന്ന് അടിവരയിട്ടോണേ, പരിശുദ്ധാത്മാവിനാൽ. അടുത്ത പദം ശക്തിയാലും. കണ്ടോ? നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും. ചേർന്ന് പറഞ്ഞു, പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും. ഹല്ലേലൂയ. അപ്പൊ യേശുവിന്റെ മേല് വന്നത് ഇതേ ശക്തിയാ. അപ്പോസ്തലന്മാരോട് കാത്തിരുന്ന് പ്രാപിക്കണമെന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ യേശു പറഞ്ഞത് ഇതേ ശക്തിയാ. ഹല്ലേലൂയ. യേശുവിന്റെ മേൽ വന്നപ്പോൾ ഈ ശക്തി എന്തൊക്കെയാ ചെയ്തേ അതുപോലെ വായിക്കുന്നുണ്ട് ഇവിടെ 38-ാമത്തെ വാക്യം. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ട് ശക്തി കൊണ്ടും അഭിഷേകം ചെയ്തുകൊണ്ടും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തു പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിക്കൊണ്ട്. പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കുന്ന യേശുവിനെ കണ്ടിട്ട് നിങ്ങൾ അതിശയിക്കരുത്. ഇതെങ്ങനെയാണ് നടക്കുന്നത്? യേശുവിൽ വന്ന ശക്തിയാണ് യേശുവിനെ കൊണ്ടായി ചെയ്യിച്ചത്. യേശുവിൽ വന്ന ശക്തിയാണ് യേശുവിനെ, അതേ ശക്തിയാണ് കാത്തിരുന്ന് പ്രാപിക്കണമെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞത്. അതേ ശക്തിയാണ് അപ്പോസ്തലന്റെ മേൽ വന്നത്. ഞാൻ ചില വാക്യങ്ങളിലൂടെ കാണിക്കാം, കാരണം എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ ആഴം മനസ്സിലാകുകയുള്ളൂ. 4-ാം അധ്യായം പ്രവൃത്തികളുടെ പുസ്തകം, അപ്പോസ്തലന്മാരുടെ നടപടികളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വചനം ഒന്ന് നോക്കിക്കേ. 33-ാമത്തെ വചനം. 33 അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ, 3-ാം അധ്യായത്തിൽ
മുടന്തൻ എഴുന്നേറ്റ്. കേട്ടോ, എൻ്റെ കൂടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് മിണ്ടിക്കേ. ഒന്ന് മിണ്ടിക്കേ. ഹല്ലേലൂയ. 3-ാം അധ്യായത്തിൽ മുടന്തൻ എഴുന്നേറ്റു. മുടന്തൻ എഴുന്നേറ്റ് ഹേതുവായിട്ട് വലിയ പ്രശ്നമായി. കാരണം ടെമ്പിൾ കോർട്ടിൽ ശലോമോൻ്റെ എന്ന പേരുള്ള മണ്ഡപത്തിൻ്റെ അവിടെ ഇരുന്ന മുടന്തനാണ് ചാടി എഴുന്നേറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവാലയത്തിൽ കൂടി വന്നവരെല്ലാം ഇത് പെട്ടെന്ന് അറിഞ്ഞു. ടെമ്പിൾ കോർട്ടിൽ നടന്നതുകൊണ്ട് ആ ടെമ്പിളിലെ പടനായകർ എല്ലാവരും കൂടെ ഇവരെ പിടിച്ചു. അന്നത്തെ മഹാപുരോഹിതന്മാരുടെ ഒരു വിചാരണ കേന്ദ്രത്തിൽ ഇവരെ കൊണ്ടുവന്നു. അങ്ങനെ ഇവരോട് പറഞ്ഞു, മേലാൽ ഈ നാമത്തിൽ ഒരത്ഭുതവും ചെയ്തു പോകരുത്. മുടന്തൻ എഴുതേക്കുകയും ചെയ്തു. ഇവർക്കിപ്പോൾ ആകെപ്പാടെ പ്രശ്നമാവുകയും ചെയ്തു. ഇങ്ങനെ വരണ്ട് അപ്പോസ്തലന്മാർ ഇരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ 1:8 പറഞ്ഞ ശക്തിയില്ലേ, ഇത് പിന്നെ അവരുടെ മേൽ വന്നു. അവർ വിചാരിച്ചു എന്നാൽ ഈ പരിപാടി നിർത്തിയേക്കാം. കാരണം മുടന്തൻ എഴുന്നേൽക്കുകയും ചെയ്തു. ഇതിപ്പോൾ ആകെപ്പാടെ ഞങ്ങൾക്ക് തലവേദനയായി. എല്ലാവരും ഞങ്ങൾക്കെതിരെ തിരിയുകയാണ്. മുടന്തൻ എഴുന്നേൽക്കുകയും ചെയ്തു. എല്ലാവരും ഞങ്ങൾക്കെതിരെ തിരിയുകയാണ്. ഈ പരിപാടി നിർത്തിയേക്കാമെന്ന് വിചാരിച്ച് ഒതുങ്ങിക്കൂടുവാൻ കാരാഗ്രഹത്തിൻ്റെ കൽഭിത്തിക്കകത്ത് പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അതാ പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ വാക്യം, 4-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം വായിച്ചോ. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കണേ. 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. അവരവരെ നടുവിൽ നിർത്തി. ഏത് ശക്തി കൊണ്ടോ? ഏത് നാമത്താലോ? ചോദ്യം ചെയ്തിട്ട് നിങ്ങൾ 4-ാം അധ്യായം വീട്ടിൽ പോയി വായിക്കണം. ഞാനിതെല്ലാം എടുത്ത് വിശദീകരിക്കുന്നില്ല. ഇവർ പറഞ്ഞു, ഇനി ഞങ്ങൾക്കൊരു മുടന്തനും എഴുന്നേക്കണ്ട. ആകെപ്പാടെ പേടി. വംശങ്ങൾ കലഹിക്കുന്നു, ജാതികളെതിരെ എഴുന്നേൽക്കുന്നു, രാജാക്കന്മാരെതിരെ എഴുന്നേൽക്കുന്നു, ജെറുസലേം പള്ളി എതിരാകുന്നു. ഇനി ഒരു അത്ഭുതവും നടക്കേണ്ട, ആകെപ്പാടെ പ്രശ്നമാകുന്നു. എല്ലാവരും ഞങ്ങളെ വിമർശിക്കുന്നു. ഞങ്ങൾ പണി നിർത്തി. ഇനി രോഗസൗഖ്യം വേണ്ട, ഒന്നും വേണമെന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടുവാനിരിക്കുമ്പോൾ അവർ പ്രാപിച്ച ശക്തി, അവരുടെ ബലഹീനതയിൽ, അടുത്ത പദം പറയുമ്പോൾ ഏറ്റെടുത്തോണം, അവർ പ്രാപിച്ച ശക്തി, അവർക്കൊരു ബലഹീനത വന്നപ്പോൾ അവരിൽ മഹാശക്തിയായി വെളിപ്പെട്ടു. കേട്ടില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. 1:8 അവരെല്ലാവരും ശക്തി പ്രാപിച്ചവരായിരുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായിരുന്നു. പക്ഷെ ഒരു ബലഹീനത വരാത്തതുകൊണ്ട് ഇത് മഹാശക്തിയായിട്ട് വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. ഒരു ബലഹീനത വന്നു. ടെമ്പിൾ കോർട്ടിൽ ഇവരെ പിടിച്ചു നിർത്തി. മഹാപുരോഹിതന്മാർ ഇവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇവരെ എല്ലാവരും അടച്ചു. എല്ലാവരും ഇല്ലാതാക്കിയപ്പോഴത്തേക്കും ശക്തി മഹാശക്തിക്ക് വഴിമാറി. ശക്തി മഹാശക്തിക്ക് വഴിമാറിയെന്ന്. ഇല്ല കേട്ടില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. ശക്തി മഹാശക്തിക്ക് വഴിമാറിയെന്ന്. ശക്തി പ്രാപിച്ച നിന്നെ വല്ലവരും ഒതുക്കാൻ പദ്ധതിയിട്ടാൽ അടിഞ്ഞൊതുങ്ങിപ്പോകുന്ന ശക്തിയല്ലിത്. ശക്തി ആ കൃപയുടെ ഇറങ്ങുന്നു യേശുവിന്റെ നാമത്തിൽ. ഏതെങ്കിലും ശക്തി പ്രാപിച്ച നിങ്ങൾ ബലഹീനരായി പോകുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ ഞാൻ ആവർത്തിച്ചുറപ്പിച്ച് പറയാം, നിങ്ങളിലുള്ള ശക്തി മഹാശക്തിക്ക് വഴിമാറും. ആ കൃപ ഇവിടെ ഇറങ്ങുന്നു. ഹല്ലേലൂയ. ബ്രദറെ, എല്ലാവരും കൂടെ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇടം വിരോധം, വലം വിരോധം, മുമ്പ് വിരോധം, പുറകെ വിരോധം. ഞാൻ തീരുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നോക്കി ഇരുന്നാ മതി. അതിൻ്റെ നടുവിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് പോലെ, ഗിയർ മാറുന്നത് പോലെ, എക്കോ മോഡ് പവർ മോഡ് ആകുന്നത് പോലെ മഹാശക്തിക്ക് വഴിമാറും. ഇതനുഭവിക്കുന്നവർക്കായി സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇല്ല. കൊത്തിപ്പറിക്കാൻ നിന്നെ ഇട്ടേച്ചു പോകത്തില്ല ഈ ശക്തി. കൊത്തിപ്പറി അനുഭവിക്കുമ്പോൾ ഈ ശക്തി ഇട്ടേച്ചു പോകത്തില്ല. ഹല്ലേലൂയ. കൊത്തിപ്പറി അനുഭവിക്കുമ്പോൾ ഈ ശക്തി ഇട്ടേച്ചു പോകത്തില്ല. പലരും ആ വചനം തൊടുന്നുണ്ട് കേട്ടോ. പലരോടും വ്യക്തിപരമായിട്ട് ഇത് പറയാൻ എനിക്ക് നിയോഗമുണ്ട്. നിങ്ങളുടെ ബലഹീനതയിൽ നിങ്ങൾ പ്രാപിച്ച ശക്തി മഹാശക്തിക്ക് വഴിമാറും. നിങ്ങളുടെ ബലഹീനതയിൽ നിങ്ങൾ പ്രാപിച്ച ശക്തി മഹാശക്തിക്ക് വഴിമാറും. നിങ്ങൾ ബലഹീനരാകുന്നത് വരെ അത് സാധാരണ ശക്തിയായിരിക്കും. എത്ര പേരെന്നെ കേൾക്കുന്നു? അത് സാധാരണ ശക്തിയായിരിക്കും. പക്ഷെ നിങ്ങൾ ബലഹീനരാകും തോറും ഈ ശക്തിയുടെ അളവ് നിങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കും. മഹാശക്തിയോടെ പല വീടുകളിലേക്ക് അത് പ്രവേശിക്കുന്നുണ്ട്. ആരോ പറയുന്നു, ബ്രദറെ, ഒരു തരത്തിലും നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഞാനുള്ളത്. ഇന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾക്കിത് ശക്തിയായിട്ട് ഒതുങ്ങിയല്ല, ഇത് മഹാശക്തിയായിട്ട് വ്യാപിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഒന്ന് കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചു. ബ്രദർ ഉല്ലാസ സിസ്റ്ററെ വിളിച്ച് അവരെ കർത്താവ് സൗഖ്യമാക്കുന്നു. അവരുടെ തൊണ്ടയിൽ നിന്ന് ദൈവം കത്തികളെ എടുക്കുന്ന ഞാൻ കാണുന്നു. സിസ്റ്ററെ, നിങ്ങൾക്ക് ഇവിടെ കർത്താവ് സ്പർശിക്കുന്ന കാണുന്നു. ഇവിടെ ഈ റൈറ്റ് സൈഡില്
Yes. എന്തോ അത് ഗ്രോത്താ? എത്ര നാളായതാ? More than a year. More than. More than a year. Receive your touch. നിങ്ങൾ അവിടെ ഇരുന്നപ്പോൾ കർത്താവ് ചൂണ്ടിക്കാണിച്ചു. അടുത്ത് വായിഞ്ഞോട്ടെ. യേശുവേ, നിന്റെ മകളെ ഇപ്പോൾ അവിടുന്ന് സ്പർശിക്കുന്നതിനായിട്ട് നന്ദി. എല്ലാവരും ഈ മകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. Together we agree. ഇവള് ദാസിയല്ല, ഇവള് പുത്രിയാണ്, ദൈവ കുടുംബത്തിലെ മകളാണ്. ഓ, എല്ലാരും അങ്ങനെ പറഞ്ഞ് ഈ മകൾക്ക് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്തേ. ഇന്ന് ഇപ്പൊ ഈ ഗ്രോത്ത് തൊണ്ടയിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഇന്നിപ്പോ അത് വെളിപ്പെട്ടേ പറ്റുള്ളൂ. ഇന്നിപ്പോ അത് വെളിപ്പെട്ടേ പറ്റുള്ളൂ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ മിനിറ്റിൽ ഈ മകൾക്ക് വേണ്ടി അത് റിവീൽ ആവട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ യേശു കൊണ്ടാടിയ ജയം. ഓ ഓ ഓ, ഈ മകളുടെ മേൽ അത് വെളിപ്പെടും. സൗഖ്യമാണ്. Your wife. What a wonderful thing. Jesus, Jesus, Jesus. ആ ഗ്രോത്ത് കർത്താവ് എടുത്തു കളയുന്നു. ആ ഗ്രോത്ത് യേശു എടുത്തു കളയുന്നു. ഈ മകൾക്ക് വേണ്ടി എല്ലാവരും ഒന്ന് കൈ നീട്ടി പ്രാർത്ഥിച്ചു. എവ്രിവൺ എല്ലാവരും ഒന്ന്. ഓ, ഇപ്പൊ തന്നെ അത് കാണാതെ പോകണം. ഭർത്താവേ, 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 കർത്താവ് മൊഴിയെടുക്കുന്നതെന്ന് കണ്ടു. അതിലോട്ട് കൈ പിടിച്ചോ മോനെ. അതിപ്പോ കൈക്കകത്ത് അപ്രത്യക്ഷമാവും. ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇപ്പോൾ തന്നെ അത് വെളിപ്പെട്ട് വരട്ടെ. അതിനായിട്ട് നന്ദി പറയുന്നു. അതിനായിട്ട് നന്ദി പറയുന്നു. Your grace is more than enough. Your grace is more than enough. Your grace is sufficient and more than enough. In the name of Jesus, let it reveal. Let it reveal. Let it reveal in Jesus' name. Amen. എന്നാ പേര് പറഞ്ഞേ? Donia Rose. Donia Rose. ഡോണിയർ. ഓ, വലിയ പാടാമനെ. ഞാൻ മേരി എന്ന് വിളിക്കാം. മേരി, 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 മേരി. സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പേര് മേരി. I will call you Mary. Okay, Mary. Jesus, Mary is gone. Is gone. തപ്പി നോക്കൂ. തപ്പടോ ഭർത്താവേ. കർത്താവ് എടുത്ത് തപ്പടോ. Is there? No. Yeah, no. Fuck. Check it out. Yeah, it's not there. It's not there. Give a wonderful clap offering to Jesus. കരങ്ങളെ അടിച്ചോണ്ടെന്ന് യേശുവിന് ആരാധന കൊടുത്ത്. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക www.gracecommunityglobal.com